ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മക്രോണിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് മുട്ടയോ ചിക്കനോ ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന ആ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കുഴഞ്ഞിട്ടില്ല, സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലെ വെള്ളം മുഴുവൻ ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതങ്ങ് മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ അധികം അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 സവാള ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ മസാലകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഞാൻ ചോപ്പർ വെച്ചിട്ടാണ് എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 കപ്പ് ക്യാബേജ് ചേർത്തിട്ടുണ്ട്. ക്യാബേജിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പഴുത്ത തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവിക്കൊന്നും വേണ്ട. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ളതാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മസാല നല്ലപോലെ നമുക്കൊന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി സോസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. പകരം നിങ്ങൾ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ഇട്ട് ഇളക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഒത്തിരി കുത്തി ഇളക്കി കഴിഞ്ഞാൽ മക്രോണി ഉടഞ്ഞു പോവും. അപ്പോൾ അത് ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മക്രോണി ഏകദേശം ഇവിടെ റെഡിയായി. ഇനി ഈ മസാലയിൽ കിടന്ന് ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാം. നമുക്ക് ചിക്കനോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് മുട്ട ചിക്കി ഇട്ട് കൊടുക്കാം, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.